ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോൾ കാട്ടിൽ അമ്പലത്തിൻ്റെ ചുറ്റുമാണ് കാണുന്നത്. നമ്മൾ അവിടത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ചങ്ങാടത്തിൽ കൂടെ വേണം പോകാൻ. കൊല്ലത്തെ അതിപ്രാധാന്യമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ ഭഗവതി ക്ഷേത്രം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന ഒരു അമ്പലമാണ്. വളരെ പ്രസിദ്ധിയാർജിച്ച അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകാനുള്ള ആ ഒരു ബോട്ട് വരും. ആ ബോട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ്. അക്കരയിലാണ്. അപ്പോൾ ആ ബോട്ടിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആൾക്കാർ പോയേക്കുന്ന അവരെ ആ വണ്ടി തിരിച്ചു വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നുമൊക്കെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ദേവിയാണ് കാട്ടിൽ മേക്കതിൽ ഭഗവതി. നല്ലൊരു സന്തോഷമാണ് അവിടെ പോകുന്നത്. പക്ഷേ നല്ലൊരു ആ ഒരു കായൽ തീരവും എല്ലാം കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് ആൾക്കാർ തൊഴുതിട്ട് ആ ബോട്ടിൽ ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വേണം തിരിച്ച് ഇനി ഇക്കരെ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് പോകാൻ. കാണാനും നല്ല ഭംഗിയാണ്. അവിടെ പോകുന്നത് ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ഒക്കെ തന്നെയാണ്. കായൽ തീരവും കടലും ഒക്കെ കിടക്കുന്ന കാരണം ഒരുപാട് നമുക്കവിടെ നിന്നാൽ നല്ല കാറ്റും കുളിർമയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ചില വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ബോട്ടിൽ കയറാനേ പറ്റത്തില്ല. ക്യൂ നിന്നാണ്. ഞങ്ങൾ മുന്നേ പോകാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുള്ള അമ്പലമാണ്. നമ്മൾ ക്യൂ നിന്ന് പോയിട്ടുണ്ട്. നവരാത്രി സമയത്തൊക്കെ വലിയ ക്യൂ ആയിരിക്കും. നമ്മൾ ഏത് വണ്ടി വന്നാലും ഇക്കരയിലെ കാറിട്ടിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ കാഴ്ച തന്നെ നമുക്ക് സന്തോഷം തരുന്നതാണ്. അപ്പം നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല വെയിൽ സമയമാണ്. ഞങ്ങൾ കയറി. ഞങ്ങളപ്പോൾ അമ്പലത്തിലോട്ട് ഒരു 5 മിനിറ്റ് ഇല്ല, അത് അങ്ങോട്ട് ഒരു 5 മിനിറ്റോളമേ ഉള്ളൂ നമുക്ക് സമയം അങ്ങോട്ട് പോകാൻ. ഇത്തിരി നേരം നിന്നാൽ മതി. പക്ഷേ ഭയങ്കര വെയിലായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. കുട പിടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വെയിലാണ്. അപ്പോൾ തിരിച്ച് അമ്പലത്തിൽ തൊഴുതിട്ട് അടുത്ത ട്രിപ്പ് ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ. വളരെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ്. മണികെട്ടലിന് വളരെ പ്രാധാന്യം. ഈ അമ്പലത്തിലാണ് ആദ്യമായിട്ട് മണികെട്ടൽ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അവിടുത്തെ മണികെട്ടൽ നേർച്ച. നല്ല 2 സൈഡിലും നല്ല കച്ചവടങ്ങളും ഒക്കെയുള്ളൊരു സമയമായിരുന്നു ഞങ്ങൾ പോയത്. എല്ലാ ദിവസവും നല്ല തിരക്കാണ് അവിടെ. ചൊവ്വ വെള്ളിയൊക്കെ ഒരുപാട് ആളാണ്. ഞായറാഴ്ച അതുപോലെ തന്നെയാണ്. അപ്പോൾ കാഴ്ചകൾ കണ്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോവുകയാണ്. നമുക്ക് പോകാം. ഞങ്ങളൊരു 10-11 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഒരിത്തിരി തിരക്ക് കുറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടെ എന്നാലും ആളുണ്ടായിരുന്നു. ഇവിടെ മാസത്തിൽ വന്ന് തൊഴുന്നവരുണ്ട്, ആഴ്ചയിൽ വന്ന് തൊഴുന്നവരുണ്ട്. ഓരോരുത്തരുടെ നേർച്ചയുടെ അനുസരിച്ച് ഇവിടെ വന്ന് മണികെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാട്ടിലമ്പലമാണ് നിങ്ങൾ കാണുന്നത്. കാട്ടിൽ മേക്കൽ അതിവിശാലമായ ഒരു കോമ്പൗണ്ടാണ് അമ്പലത്തിന് ചുറ്റും വെള്ളവും കടലുമെല്ലാം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വെയിലേക്കത്തില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു കാറ്റും കുളിർമയൊക്കെ കൊണ്ട് നല്ലൊരു സുഖമാണ് അവിടെ പോകുമ്പോൾ. അത് ഈവനിങ് വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല കാറ്റാണ്. ഇപ്പോഴാളൊക്കെ നല്ല തിരക്കൊഴിഞ്ഞൊരു സമയമാണ് ഞങ്ങൾ പോയത്. ഇവിടെ കയറി തൊഴുതിട്ട് വേണം നമ്മളെല്ലാവരും അകത്ത് അമ്പലത്തെ ദേവിയിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ അടഞ്ഞു തന്നെ ഇരിക്കുകയാണ്. ദേവിയുടെ മുടി ഇരിക്കുന്ന സ്ഥലവും അങ്ങനെ എങ്ങാണ്ടാണ് അവിടെ ഉണ്ട്. ഇതിൻ്റെ ഒരു കഥയുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കയറി തൊഴുതിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനെന്നാണ്. അപ്പോൾ നമ്മൾ പണ്ടേ പോകുമ്പോൾ എല്ലാവരും പറയും അവിടെ കയറി തൊഴുതിട്ട് പോകണമെന്ന്. അപ്പോൾ അവിടെയാണ് ആദ്യം തൊഴുതിട്ടാണ് മെയിൻ അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ എല്ലാ വഴിപാടുകളും അർച്ചനകളും എല്ലാം അവിടെ ഉണ്ട്. ചുറ്റമ്പലങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നാഗരാജ ക്ഷേത്രവും
അപ്പോൾ അവിടെ വഴിപാട് കഴിക്കാനുള്ള കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്യൂ നിന്നിട്ടാണ് അവിടെ നിന്ന് നമ്മൾ വഴിപാട് റെസിപ്റ്റൊക്കെ എഴുതി അമ്പലത്തിലേക്ക് അർച്ചന കഴിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴൊക്കെ ഒരു 3-4 ആൾക്കാരേ ഉള്ളൂ. മുമ്പൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. നല്ല ആൾക്കൂട്ടത്തിലാണ് നമ്മൾ സാധാരണ പോയിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ തിരക്ക് കുറഞ്ഞൊരു ദിവസം പോയതാണെന്ന്. അപ്പോൾ നമുക്കിവിടെ മണി വഴിപാടിന് നമ്മൾ നേർച്ച പേരും നാളുമൊക്കെ പറഞ്ഞിട്ട് എത്ര മണിയാണ്, ഇപ്പോൾ ഒരു വീട്ടിലുള്ള 3-4 പേരുണ്ടെങ്കിൽ 3-4 പേരുടെ പേരിൽ നമുക്ക് ചെയ്യാം. ഒരാൾക്ക് തന്നെ അത് കെട്ടാം. എന്നിട്ട് നമുക്ക് അവിടെ അകത്ത് അമ്പലത്തിൽ അത് പൂജിച്ചിട്ട് ആ മണി നമുക്ക് തരും. അത് നമ്മൾ കെട്ടുക ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അർച്ചന, എല്ലാ അർച്ചനകളും ഉണ്ട്. മുമ്പ് എൻ്റെ കുറച്ച് കൊച്ചുനാളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ അമ്പലം പണിയാനായി പണിയുന്ന സമയത്ത് വേറൊരു പെട്ടെന്ന് ദേവിയെ എടുത്തു മാറ്റുന്ന ഒരു പ്രത്യേക പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ നിത്യവുമല്ല മാസത്തിലും ആഴ്ചയിലും ഒക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെയാണിത് വലിയ അമ്പലമായിട്ടിപ്പം വളരെ വലിയൊരു മഹാക്ഷേത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അന്ന് മുമ്പുണ്ടായിരുന്ന അമ്പലത്തിലും ഒക്കെ ശരിക്കും ആളായിരുന്നു. നമുക്ക് നിന്ന് തൊഴാൻ പോലും പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്കും തിരക്കാണ്. ഇന്ന് തിരക്ക് കുറഞ്ഞൊരു ദിവസം ആയതുകൊണ്ടാണ് നമുക്കിന്ന് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാനും അപ്പോൾ അതിൻ്റെയൊക്കെ സൗകര്യം അനുസരിച്ച് നമ്മൾ പോയതാണ്. വളരെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു ദേവിയാണ്. ഒരുപാട് അത്ഭുതങ്ങളും ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ ഓരോ ആവശ്യം അനുസരിച്ച് ദേവി അവരെ എല്ലാം പ്രസാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ കയറി നിൽക്കുമ്പോഴേ പറയും ഓരോരുത്തർ എവിടെയൊക്കെയോ ദൂരെ സ്ഥലത്തു നിന്നാണ് അവിടെ വരുന്നത്. മാസത്തിൽ വന്ന് മണി കെട്ടുന്നവരുണ്ട്, ആഴ്ചയിൽ വന്ന് കെട്ടുന്നവരുണ്ട്. അവരവരുടെ സൗകര്യം അനുസരിച്ച് ഓരോ ആവശ്യത്തിന് വേണ്ടിയാണ് ദേവിക്ക് ഒരു ജോലി കിട്ടാനും കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുവാനും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനും ഒക്കെ ദേവിയെ വന്ന് പ്രാർത്ഥിച്ച് അതെല്ലാം സഫലമാക്കി കൊടുക്കുന്ന ദേവിയാണ് കാട്ടിൽ മേക്കത്തിൽ ദേവി. ഇപ്പം നമ്മളോട് തന്നെ ചോദിക്കും, കൊല്ലത്താണ് വീടെന്ന് പറയൂ, കാട്ടിൽ മേക്കത്തിൽ അമ്പലത്തിൻ്റെ അടുത്താണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയപ്പെടുന്നൊരു സ്ഥലം അതാണ്. ഞങ്ങൾക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നതിന്. ചുറ്റും ഇങ്ങനെ കടലും ചെറിയ ചെറിയ ചുറ്റമ്പലങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഉച്ച പൂജയാകാറായി. അങ്ങനെ ഞങ്ങൾ ദീപാരാധന പൂജയൊക്കെ കണ്ട് തൊഴുത്. അപ്പോൾ അകത്തെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പുറത്തു നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു. വർഷങ്ങളായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഈ അമ്പലത്തിൽ. ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് പോകത്തില്ലായിരുന്നു. എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയത് കാരണം ഞാൻ പോയിട്ടില്ല. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒന്ന് പോയതാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ അപ്പോഴേ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാകാൻ അടുത്ത കാലത്താണല്ലോ ഞാൻ തുടങ്ങിയത്. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമാണ് ഒരു ദിവസമെങ്കിലും കാട്ടിൽ അമ്പലത്തെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന്. അങ്ങനെ ഒരു അവസരം ഉണ്ടായതാണ്. അങ്ങനെ ഇപ്പോൾ ഇടുകയാണ്. വേണ്ട മണി കെട്ടുന്ന സ്ഥലമാണിത്. അലിൻ്റെ ചുറ്റും ഇങ്ങനെ അതിൽ കൂടെയാണ് നമ്മൾ 7 വലത്ത് വെച്ചാണ് ദേവിക്ക് ആ ചുറ്റും അതിൻ്റെ മാൽമരത്തിൻ്റെ ചുറ്റും 7 വലത്ത് വെച്ചാണ് നമ്മൾ മണി കെട്ടുന്നത്. ചുറ്റി വെച്ചിട്ട് 7 വലത്ത് ഈ മണിയും കൊണ്ട് നമ്മൾ ചുറ്റും. അതിനുശേഷം അവിടെ നമ്മൾ മണി നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് കെട്ടും. ചില സമയമൊന്നും നമുക്ക് ആ ചുറ്റാൻ പോലും പറ്റത്തില്ല, തമ്മിലിടിക്കും, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇന്ന് എന്തുകൊണ്ടും ആൾ കുറവുള്ള ദിവസമായിരുന്നു. അതുമല്ല ഉച്ച സമയമായി, ഉച്ച പൂജയൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ ദൂരെ എന്നൊക്കെ വരുന്ന ആൾക്കാർ രാവിലെ വരും. അപ്പോൾ അവരൊക്കെ വന്ന് തൊഴുത് മടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അപ്പം ഇപ്രാവശ്യത്ത് ദേവിയുടെ അടുത്താവട്ടെ എന്ന് വിചാരിച്ച് അവിടെ വന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്, ഞാനും ഹസ്ബൻഡും കൂടെ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ മണി അവിടെ കെട്ടും. ഞങ്ങൾ 4 പേർക്കും കെട്ടും. വർഷങ്ങളായി ആൾക്കാർ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ മണിയല്ലേ അവിടെ കെട്ടി തൂക്കിയിരിക്കുന്നത്.
എത്രയോ ജനങ്ങളുടെ ആഗ്രഹം സാധിച്ച മണികളൊക്കെയാണോ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നറിയാമോ? ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് തൊഴുക, വന്ന് ഈ മണി കെട്ടുക. നിങ്ങൾക്കറിയാം അതിൻ്റെ ആ അനുഭവം നമ്മൾ പറഞ്ഞറിയിക്കുന്നൊരു കാര്യമല്ല. അത് എത്ര മാസം വേണമെന്ന് 7 മാസം അല്ലെങ്കിൽ 7 ആഴ്ച, 21 ആഴ്ച, 5 ഓരോരുത്തരുടെ അതനുസരിച്ച് എണ്ണി നമുക്ക് ആ മണി കെട്ടാം. ഉച്ച പൂജയ്ക്കുള്ള അമ്പലം അടയ്ക്കാറൊക്കെ അതാ ആളൊക്കെ കുറഞ്ഞു ഉച്ചപൂജയ്ക്കുള്ള ഇതിന് നിൽക്കുകയാണ് തൊഴാനായിട്ട്. അപ്പം നമ്മളും ആ സമയത്താണ് കയറിയത്. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ അകത്ത് കയറി തൊഴാൻ പറ്റി. ഒരുപാട് അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ്. നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ഇതായിട്ട് പറയുന്നത് തന്നെ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാ മാസവും പോകുമായിരുന്നു, ആഴ്ചയിലും പോയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ ഇത് വഴിപാട് ചെയ്തതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പം വന്ന് പൊങ്കാലയിടും. നമ്മളെപ്പോൾ ചെന്നാലും അവിടെ ആരെങ്കിലുമൊക്കെ പൊങ്കാല ഇട്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസാദം കിട്ടും. അത് ആ ചൂടോടെ ആ പായസം കഴിക്കുന്നതിന് നല്ല രുചിയാണ്. ഞങ്ങളൊക്കെ പോകുമ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇത്തിരി പ്രസാദം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതവിടെ മിക്കവരും സന്ധ്യയ്ക്കാണ് അവിടെ പൊങ്കാല ഇടുന്നത്. പിന്നെ പകലിടുന്നവരും കാണും. സന്ധ്യ സമയത്ത് നമ്മൾ ദീപാരാധനയ്ക്കൊക്കെ വന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ നിറച്ച പൊങ്കാല ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അതിവിടെ ഉണ്ട്, അടുപ്പ് കൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവിടെ പൊങ്കാല ഇട്ടിട്ട് നമുക്കപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമുക്കിങ്ങനെ പ്രസാദം വെച്ച് കൊണ്ടുവന്ന് തരും. അത് പാൽപ്പായസം കാണും, ശർക്കര പായസം കാണും, എല്ലാ പായസവും കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ അർച്ചനയ്ക്ക് കൊടുത്തത് വാങ്ങിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് പോവുക, പേര് വിളിക്കുകയാണ് അവിടെ. അങ്ങനെ അർച്ചന പ്രസാദമൊക്കെ വാങ്ങിച്ച് മണി കെട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ അകത്തുനിന്ന് പൂജിച്ചാണ് നമുക്ക് ഈ മണി തരുന്നത്. നമ്മൾ എത്ര മണിയാണോ എഴുതിയത്, ഇപ്പോൾ ആരുടെയൊക്കെ പേരിൽ ചെയ്തോ ആ മണി ഇത്രയും നമുക്ക് തരും. അപ്പോൾ അത് നമ്മൾ 7 വലത്ത് ഇങ്ങനെ അതിൻ്റെ ചുറ്റും, ആ മരത്തിൻ്റെ ചുറ്റും നമ്മൾ 7 വലത്ത് വയ്ക്കുകയാണ്. 7 വലത്ത് ചുറ്റിയാണ് നമ്മളത് കെട്ടുന്നത്. കണ്ടോ, കെട്ടുവാണത്. ഇങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് നമ്മൾ ഇങ്ങനെ കെട്ടും. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാത്തിനും വേണ്ടി ആൾക്കാർ വന്നിങ്ങനെ ഇവിടെ മണി കെട്ടാറുണ്ട്. അതുകൊണ്ട് ഇവിടാണ് നമ്മൾ പായസത്തിന് അടുപ്പ് കൂട്ടിയിട്ട് അത് രാത്രി ആകുമ്പോഴത്തേക്ക് നിറച്ച ആളായിരിക്കും. സന്ധ്യയ്ക്കാണ് ഇവിടെ പൊങ്കാല ഇടുന്നത്. അപ്പോൾ സന്ധ്യ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ പൊങ്കാലയിട്ട് പായസമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ചൂടോടെ പായസം കഴിക്കാം. പിന്നെ എല്ലാ ദിവസവും ഇവിടുത്തെ ഒരു പ്രത്യേകത അന്നദാനമാണ്. എല്ലാ ദിവസവും നമ്മൾ ചെല്ലുക, നമുക്ക് നന്നായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് വരാം. ഞങ്ങളും പോകുമ്പം കഞ്ഞി കുടിക്കും. ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് കഞ്ഞി കിട്ടി. ഞങ്ങൾ എത്ര ലേറ്റായിട്ടാണ് പോയത്, കിട്ടുമോയെന്നൊരു പേടിയായിരുന്നു. പക്ഷേ കുറച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് അവിടുന്ന് കഞ്ഞിയാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ മുന്നേയും ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഇവിടെ വന്ന് തൊഴാറുണ്ടായിരുന്നു. കഞ്ഞി കുടിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ചു പോകാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് കുറച്ച് പായസവും കിട്ടി. അതുമൊക്കെ അവിടെ നിന്ന് കഴിച്ച് അതൊക്കെ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. നമുക്കൊരു ഇത്തിരിയെങ്കിലും ദേവിയുടെ പ്രസാദം, ദേവിക്കാണല്ലോ പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പോൾ പ്രസാദം കഴിക്കുന്നത് ദേവിയുടെ പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നത്. അതിനൊക്കെ അന്നദാനവും ഏത് അമ്പലത്തിലും നമ്മൾ അന്നദാനം കഴിക്കുന്ന ഒരു പുണ്യം തന്നെയാണ്. അന്നദാനം നടത്തുന്നതും പുണ്യമാണ്, അത് കഴിക്കുന്നതും പുണ്യമാണ്.
അങ്ങനെ അവിടെ ഇരുന്ന ആൾക്കാർ, അവിടെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ആര് വന്നാലും അവിടെ നിന്ന് ഇത്തിരി കഞ്ഞിയും പയറും ഒക്കെ കിട്ടും, അച്ചാറും ഒക്കെ ആയിട്ട്. അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഞങ്ങൾക്കും അത് കിട്ടി. ഞങ്ങളുടെ ഉച്ചഭക്ഷണം അന്ന് അവിടെ നിന്നായിരുന്നു. ബെഞ്ചുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നു. ഇത് ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ. ഇപ്പം ആളൊക്കെ കുറഞ്ഞ സമയമായതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ നിറച്ച ആളായിരിക്കും. എത്ര ആളായാലും ആൾക്കാർ ക്യൂ നിന്നാലും അവിടുത്തെ ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. അങ്ങനെ ഞങ്ങൾക്കും അവിടുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ പതിയെ തിരിച്ചങ്ങ് ബോട്ട് ജെട്ടിയിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. ബോട്ട് കയറി അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വരിക. ദേവിയുടെ അനുഗ്രഹവും ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പോകുന്ന യാത്രകളും ഇതുപോലെ അമ്പലങ്ങളും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനമാകത്തുള്ളൂ. എനിക്ക് ഋഷി യോഗ അക്കാഡമിയിൽ നല്ല 2 lakhs കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് പുതിയ ചാനലാണ്. ഇതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലും കൂടുതൽ വീഡിയോകൾ ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കാണുവാനും സാധിക്കും. നമുക്ക് എപ്പോഴും ഒന്നും ഇടാൻ പറ്റത്തില്ല. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെ വീഡിയോകളൊക്കെ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ അത് ബോട്ടിൽ കയറാനായിട്ട് വന്ന് നിൽക്കുകയാണ്. കുറേ ക്ഷേത്രങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. ആൾക്കാർക്ക് സാധനങ്ങളും ഒക്കെ വളരെ ലാഭത്തിന് ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. വൃശ്ചികമാസം സമയമൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ ഓച്ചറയെ പോലെ നല്ല കച്ചവടങ്ങളൊക്കെ അവിടെയും ഉണ്ട്. പിന്നെ ബോട്ടിൽ കയറാനായിട്ട് ആളുകളിങ്ങനെ ക്ഷീണിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. അത് ബോട്ടിനൊന്നും പൈസയൊന്നും കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. നമ്മൾ കയറി നിന്നാൽ മതി, അവർ കൊണ്ടാക്കിക്കോളും, തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ സുനാമി വന്ന സമയത്ത് പോലും ഇതിൻ്റെ ചുറ്റുമൊക്കെ പ്രളയത്തിലായി. എന്നിട്ട് പോലും ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ദേവി ഇവിടുത്തെ ഉള്ള എല്ലാ മക്കളെയും കാത്തു സൂക്ഷിച്ചതാണ്. അത് വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നശിച്ചു പോയായിരുന്നു. കച്ചവടങ്ങളൊക്കെയാണ്. ഒരുപാട് വിശ്വാസമാണ് എല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ ഇന്ത്യക്ക് പുറത്തു നിന്നുമുള്ള ആൾക്കാർ പോലും ഇപ്പോൾ ഇവിടെ വന്ന് തൊഴാറുണ്ട്. പലരും ഇങ്ങനെ വീഡിയോ കണ്ടും കേട്ടറിവും പലരുടെ അനുഗ്രഹങ്ങളും പലരുടെ കാര്യങ്ങൾ സാധിച്ചതും ഒക്കെ കേട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പല സ്ഥലത്തു നിന്നും ഇപ്പോൾ വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ വന്ന് ഈ മണി കെട്ടി പ്രാർത്ഥിക്കുമ്പോൾ